എനിക്ക് തോന്നുന്നു അങ്ങേക്കൊക്കെ ഇത് വഴിയുള്ള ഒരുപാട് കേസുകൾ വരാനുണ്ട് അല്ലേ? ഈ ഫാഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ആൾക്കാർ ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന വിക്രിയകളിൽ അങ്ങേക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം ഏതാ? അജിത്ത് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കൊച്ചി തന്നെ ഒരു 4000 ക്ലിനിക്സ് ഉണ്ട്. 4000 ക്ലിനിക്സ് ഫോർ സ്കിൻ ഹെയർ നെയിൽ. പക്ഷെ അതിൽ ഡോക്ടേഴ്സ് റെക്കഗ്നൈസ്ഡ് എന്നെപ്പോലുള്ളവർ വർക്ക് ചെയ്യുന്ന വെറും 500 ക്ലിനിക്കേ ഉള്ളൂ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കോക്കറി ഈസ് മോർ. അപ്പം ഈ 3500 ക്ലിനിക്ക് ബാക്കി അപ്പം എനിക്കൊന്ന് ശാസ്ത്രീയമായി പഠിക്കാത്തവരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ നടന്ന ക്ലിനിക്കുകളിലേക്കൊക്കെ അത്യാവശ്യം ഉപഭോക്താക്കളുണ്ടോ? ഇപ്പോഴും നമ്മുടെ കേരള ദ ഹയസ്റ്റ് ലിറ്ററസി എന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ദേ ഗെറ്റ് ഈസിലി ക്യാരിഡ് അവേ ബൈ അഡ്വർടൈസ്മെന്റ് ആൻഡ് ബ്ലോഗേഴ്സ്. അല്ല, ഈ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രത്യേകിച്ചും ഈ നമ്മുടെ തൊലിപ്പുറത്താണല്ലോ ഇത് പലതും ആക്രമണം നടത്തുന്നത്. ഈ ശാസ്ത്രീയമായി പഠിക്കാത്ത ആളുകൾ ചെയ്താൽ അപകടം ഉണ്ടാക്കുന്നത് ഈ സർജറി തന്നെ ഇപ്പോൾ വളരെ യൂഷ്വലാണ്. അപ്പോൾ ഏതാണ് അങ്ങ് പറയുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്കിന്ന് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അത് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് പോകാൻ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 40 years ലേഡി വരുന്നു, ഒരു ഫേസിൽ ഒരു ചെറിയ പിഗ്മെൻറ്റേഷൻ വരുന്നു. ആ പിഗ്മെൻറ്റേഷന് അവർ ഓൾമോസ്റ്റ് 10 lakhs സ്പെൻഡ് ചെയ്തു. പല ക്ലിനിക്കുകളിലും പോയി വൈറ്റനിങ് ഇഞ്ചക്ഷൻ എടുത്ത് ഫേസിൽ മീസോതെറാപ്പി അങ്ങനെ പലതും ചെയ്തു. അവസാനം ഞങ്ങളത് ബയോപ്സി ചെയ്യുമ്പം അതൊരു മലിഗ്നൻ മെലനോമ ക്യാൻസറാണ്. അപ്പം നമ്മുടെ ഡയഗ്നോസിസ് മിസ്സാവുന്നു. ഈ 1 year ഫെലോഷിപ്പൊക്കെ ചെയ്ത് BSc ഒക്കെ കഴിഞ്ഞ് ചിലർ കോസ്മെറ്റോളജി എന്നും പറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നു, ബ്യൂട്ടീഷ്യൻ ട്രീറ്റ് ചെയ്യുന്നു, നഴ്സസ് ട്രീറ്റ് ചെയ്യുന്നു. ക്വാളിഫൈഡ് ആണോ ഈ ആളുകൾ ഈ സ്ഥാപനം നടത്തുന്നതെന്നും ആരും അന്വേഷിക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അതാണ് ഏറ്റവും ഇത്. നമ്മൾ ക്ലിയർലി എൻ്റെ പല ഇൻ്റർവ്യൂസിലും ഞാൻ പറയും, ക്ലിയർലി നമുക്കിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഏത് ഡോക്ടർ, ഏത് TCMs, നമ്മുടെ ട്രിവാൻഡ്രം കൗൺസിൽ ഓഫ് മെഡിക്കൽ രജിസ്ട്രേഷൻ ഈസി ആയിട്ട് കാണാം. അത് ഡെർമറ്റോളജിസ്റ്റ് ആണോ അതോ ഡയറ്റീഷ്യനാണോ ജനറൽ പ്രാക്ടീഷണർ ആണോ, എന്നാലും ആർക്കും തൊട്ട് കളിക്കാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ ഫീൽഡ് സ്കിന്ന്. ബിക്കോസ് ഇറ്റ്സ് എ മണി മേക്കിംഗ് ബിസിനസ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.